ഇതേണ്ട നല്ല ചൂടുള്ള ചോറാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സാധനം മജയാണല്ലേ? അതെ. അപ്പൊ എനിക്ക് ഓഫർ ഉണ്ടോ? ഓഫർ എന്ത് വേണേലും എടുക്കാം. കപ്പയും മീൻകറി അത് എല്ലാ ദിവസവും കാണുമോ? എല്ലാ ദിവസവും ഉണ്ട്. അവല് വിളയിച്ചുണ്ട്. അവല് വിളയിച്ചുണ്ടോ? അത് ഒരു പാക്കറ്റേ ഉള്ളോ? ഇപ്പൊ ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു, തീർന്നു. എല്ലാം കൂടെ 450 രൂപ അല്ലേ? അതെ. അപ്പൊ ബാലൻസ് എടുക്കണ്ട, അത് ചേച്ചിയുടെ ഇരിക്കട്ടെ. ഹായ്, നമസ്കാരം. ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളിയിലാണ് കേട്ടോ. കാർത്തികപ്പള്ളിയിൽ ഉച്ച സമയത്തൊരു ചേച്ചിയുണ്ട്. നല്ല അച്ചാറും കപ്പയും മീൻകറിയും ഉച്ചയൂണും ഒക്കെ ആയിട്ടൊരു ചേച്ചിയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ ഈ ഒരു കുഞ്ഞൊരു സംരംഭമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രുചിക്കാഴ്ചകളും കൂടി കാണാം. അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു പറയുമ്പം പല തരത്തിലുള്ള അച്ചാറുകളാണ് കേട്ടോ. ചേച്ചിയെ പരിചയപ്പെടാം. ചേച്ചിക്ക് മൈക്കൊന്ന് കൊടുക്കാം. ഉച്ച സമയത്ത് എല്ലാം ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്. എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ? അച്ചാറുകളുടെ ഒരു കൂട്ട് തന്നെ ഉണ്ടല്ലേ? അതെ, അച്ചാർ. ഇത് വെളുത്തുള്ളി കാന്താരി അച്ചാറാണ്. വെളുത്തുള്ളിയും കാന്താരിയും കൂടി ഇട്ട അച്ചാറാ. കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഒക്കെ മാറുമെന്നാണ് ചേച്ചി പറയുന്നത് കേട്ടോ. ഇത് മാങ്ങ അച്ചാറാണ്. മാങ്ങ അച്ചാർ 150 രൂപയാണ്. ഇത് അതേ അച്ചാർ തന്നെ, ചെറിയ ടിന്നിലായതുകൊണ്ട് 100 രൂപ. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ 2 ദിവസമേ. ഇന്നലെയായിരുന്നു ഉദ്ഘാടനം. ഇന്നലെയാണ് ഉദ്ഘാടനം ആരാ ചെയ്തേ? ഉദ്ഘാടനമായിട്ടില്ല, സ്വന്തമായിട്ടങ്ങ് ചെയ്തു. ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞാൻ വീട്ടില് നേരത്തെ ഈ ഓർഡർ അനുസരിച്ച് ഞാൻ ഊണ് കൊടുക്കുന്നുണ്ടായിരുന്നു. വീട് എവിടെ ചേച്ചിയുടെ? എന്റെ വീട് വായനശാല ചിങ്ങോലി അല്ലേ? അതെ. ഓർഡർ അനുസരിച്ച് ഞാൻ ഊണ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഉച്ചയൂണ് കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നന്ന് വെക്കുന്ന ചോറ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതല്ലേ? വീട്ടിൽ ഇതേണ്ട നല്ല ചൂടുള്ള ചോറാണ്. ചൂട് ചോറാ? എങ്ങനെ, ഇലപ്പൊതിയാണോ? അല്ല, മറ്റേ പാക്കിംഗ് കവർ. ഓക്കെ. ചേച്ചി ഒറ്റയ്ക്കാണോ ഇവിടെ നിൽക്കുന്നത്? അതെ. വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാനായിട്ട് സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ട് ഒരു ചേച്ചിയുണ്ട്. ജെസ്സി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ചേച്ചി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാർത്തികപ്പള്ളി SBIയുടെ തൊട്ടടുത്തായിട്ട് തന്നെ, പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിലായിട്ട്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു ചേച്ചിമാരുടെ സംരംഭം പരിചയപ്പെടുത്തി. അവർ നിർത്തിയെന്ന് തോന്നുന്നു അല്ലേ? ജോലിയുടെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു അവർ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി ഇത് തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം ഇവിടെ ഇരിക്കുന്ന അച്ചാറുകൾ കാണാം. പിന്നെ എന്തൊക്കെയാ ചേച്ചി ഉള്ളത് കൂടെ? കപ്പയും മീൻകറി. അത് എല്ലാ ദിവസവും കാണുമോ? എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും കാണും. അപ്പൊ ഇനിയിപ്പോ ആവശ്യക്കാർ കപ്പയും അവല് വിളയിച്ചുണ്ടോ? അത് ഒരു പാക്കറ്റേ ഉള്ളോ? ഇപ്പൊ ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു, തീർന്നു പോയി. അപ്പം ഒരു പാക്കറ്റ് അവല് വിളയിച്ചതും കൂടി ഇരിപ്പുണ്ട്. പിന്നെ ഉള്ളത് ഊണാണ് അല്ലേ? അതെ, ഉച്ചയൂണ്. ഊണിനകത്ത് എന്തൊക്കെ കറികൾ ഉണ്ടാവും? ഊണിനകത്ത് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ പപ്പട ചമ്മന്തി. അത് വെറൈറ്റി. പിന്നെ നാരങ്ങായും ഈന്തപ്പഴവും കൂടിയുള്ള അച്ചാറ്. നാരങ്ങയും ഈന്തപ്പഴവും കൂടെയുള്ള അച്ചാറുണ്ട്. ബീൻസ് തോരനുണ്ട്. ഒരു മീൻ വറുത്തതുണ്ട്. ഈ പൊതിക്കകത്തുള്ളതാണ് അത്രയും. പിന്നീട് പിന്നെ മോരുണ്ട്, മീൻകറിയുണ്ട്, സാമ്പാറുണ്ട്. എല്ലാം ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് വീട്ടില്? അതെ. ഇതിനു മുമ്പ് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തിരുന്നോ? മീനിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത്. അത് നിർത്തിയോ? വീട്ടിലേക്ക് ഒരു വരുമാനത്തിന് വേണ്ടി. വീട്ടിലാരൊക്കെ ഉള്ളേ? എന്റെ വീട്ടില് 2 കുഞ്ഞുങ്ങളും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ അങ്ങനെ മുന്നിട്ട് ഇറങ്ങിയതാ ചേച്ചി ഒറ്റയ്ക്കല്ലേ? എത്ര മണിയാകുമ്പോ ഇവിടെ വരും? ഞാൻ 10 മണിക്ക് വരും. 10 മണിയാകുമ്പോ ഇവിടെ വരും. 10 മണിയാകുമ്പോ എല്ലാം തയ്യാറാക്കി എങ്ങനെയാ വരുന്നത്? സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് തോമസില്. ഞാനെല്ലാം കാട് കയറി ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അങ്ങനെയൊന്നുമല്ല ചേച്ചി, എൻ്റെ നാട് തൃക്കുന്നപ്പുഴയാണല്ലോ. അപ്പം അടുത്ത നാട്ടുകാരി ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് കരുതി. അപ്പം സെന്റ് തോമസിലാണ് പഠിക്കുന്നത്. ഞാൻ അവിടെയാണ് പഠിച്ചത്, സെന്റ് തോമസിലാണ് പഠിച്ചത്. നല്ല സ്കൂൾ. മോനും മോളും അവിടെയാണ് പഠിക്കുന്നത്. 12 വയസ്സ്, മോന് 4 വയസ്സ്. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് 2 ദിവസം കൊണ്ട് നമ്മുടെ നാട്ടിലെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഓരോരുത്തരും മേടിച്ചോണ്ട് പോയി, ഓരോരുത്തരും രുചിയെ അറിഞ്ഞിട്ട് കപ്പയൊക്കെ ഉണ്ട് പൊതിക്കകത്തല്ലേ? പിന്നെന്തോ വേണം? ചേച്ചിയുടെ ഈ ഊണിന്റെ പേരൊരു വെറൈറ്റി ആണല്ലോ. അതെന്താ, മോളുടെ പേരാണോ? എന്റെ കൂടെ ഉള്ള ചേച്ചിയുടെ കൊച്ചുമോടെ പേരാ. അപ്പൊ അച്ചാറൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ ഇട്ട് വെക്കും അല്ലേ? വൈകുന്നേരങ്ങളിൽ ഇട്ട് വെക്കും. ഇന്നലെ ഇട്ട അച്ചാറാണല്ലേ? അപ്പൊ ചേച്ചിയുടെ ഊണിന് എത്ര രൂപയാ? എന്റെ ഊണിന് 70 രൂപ. മീൻ കച്ചവടം ഒക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോ എന്നെ വിളിക്കാനായിട്ട് ശ്രമിച്ചതാ. ഞാൻ എങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് എന്നെ പരിചയമുണ്ട്. ഈ ഫോണിനകത്താണെങ്കിൽ മെസ്സേജുകളും കോളുകളും ഒക്കെ ഇഷ്ടം പോലെയാ. ചേച്ചിയുടെ കോളും മെസ്സേജും ഒന്നും കണ്ടില്ല. അമ്മ ഊണ് വാങ്ങിക്കാൻ വന്നു. അമ്മ 70 രൂപയുള്ളൂ. കപ്പയൊക്കെ ഉണ്ട്, അതിന് 100 രൂപ. അമ്മേ അച്ചാറായിട്ടും ഉണ്ട്, അവല് വിളയിച്ചുണ്ട്. അവലിന് 100 രൂപ. അമ്മേ ഏതെടുത്താലും 100. വാങ്ങിച്ചോണ്ട് പോരണം, വേണ്ട. അപ്പൊ ഇങ്ങനെ കടയുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ ഇപ്പം. ഓക്കെ. അപ്പോൾ ഈ ചേച്ചിയുടെ കച്ചവടമുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ കാർത്തികപ്പള്ളി പോസ്റ്റ് ഓഫീസ് SBIയുടെ തൊട്ടടുത്തായിട്ട് തന്നെ.
എല്ലാ ദിവസവും 10 മണിയാകുമ്പം, രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തും. അപ്പോൾ അടിപൊളി അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളി അച്ചാറ് കൂട്ടുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓപ്പൺ ചെയ്ത് മണപ്പിച്ച് നോക്കാം. ചേച്ചി പറയാം ഓപ്പൺ ചെയ്ത് മണപ്പിച്ച് നോക്കാൻ. ഒന്ന് നോക്കിയേക്കല്ലേ. ആഹാ, അടിപൊളിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ സ്മെല്ല് ചെയ്തപ്പം അതിൻ്റെ ടേസ്റ്റ് കൂടി വായിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ചേച്ചിയുടെ കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുള്ള അച്ചാറിനൊക്കെ വിലക്കുറവാണ്. അപ്പം ആഹാ, നല്ല കുത്തലുണ്ട് മുളകിൻ്റെ. ഓക്കെ, അപ്പം ചേച്ചിയുടെ അച്ചാറിൽ ലേബലൊക്കെ ഉണ്ട് കേട്ടോ. സെറാസ് ചിപ്സും ഉണ്ടോ? ഉണ്ട്. ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്യും. ഓക്കെ, ഈ കാണുന്നതെന്ന് പറയുമ്പം അവല് വിളയിച്ചാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഉച്ചയൂണ് പരിചയപ്പെടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അവല് വിളയിച്ചത് നല്ല അടിപൊളിയായിട്ട് വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ കൂടുതലായിട്ട് വേണമെങ്കിൽ അത് ചെയ്തു തരും. ഓർഡറുകൾ സ്വീകരിക്കും. ഓർഡർ അനുസരിച്ച് ഉദ്ഘാടനത്തിന് തന്നെ ഒരു നമ്മുടെ മാർത്തോമ പള്ളിയിൽ നിന്ന് 50 ഊണിന്റെ ഓർഡർ കിട്ടി. ഉദ്ഘാടനത്തിന് തന്നെ 50 ഊണിന്റെ ഓർഡർ കിട്ടി. എന്തായാലും സന്തോഷം. ചേച്ചിയുടെ കച്ചവടമൊക്കെ എല്ലാം ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ. മീൻ കച്ചവടം നേരത്തെ ചെയ്യുമായിരുന്നു, അത് നിർത്തിയിട്ട് പുതുതായിട്ട് തുടങ്ങിയ സംരംഭമാണ് കേട്ടോ. ബുദ്ധിമുട്ട് തോന്നിയിട്ട് അങ്ങനെ നിർത്തി. എന്താ ഹസ്ബൻഡിന് ബുദ്ധിമുട്ട് തോന്നിയോ? അങ്ങനെ അല്ല, വെളുപ്പിനെ പോയി എടുത്തോണ്ട് വരികയും മീൻ പോയി എടുത്തോണ്ട് വരികയൊക്കെ ചെയ്യണം. അതുകൊണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് വെട്ടി കൊടുക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്ന IHRD IHRD കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾ ഊൺ അന്വേഷിച്ച് നടക്കണ്ട. ഇവിടെ അടിപൊളി ഊണുണ്ട് കേട്ടോ. നല്ല കപ്പയും മീൻകറിയും ഒക്കെ ആയിട്ടുള്ള ഊണാണ് കേട്ടോ. ഈ പൊതി കാണുന്നതെന്ന് പറയുമ്പോൾ കപ്പയും മീൻകറിയാണ്. പൊതി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓരോ ദിവസവും മീൻ മാറിക്കൊണ്ടിരിക്കും. ഇത് കണ്ടോ, ഇത് കപ്പ, ഇത് മീൻകറി. ഷീലാവിൻ്റെ കറിയാണ്. ഓക്കെ, അത് അതുപോലെ പൊതിഞ്ഞ് വെച്ചേക്കാം. അപ്പം നമുക്ക് ചേച്ചിയുടെ ഒന്ന് കുറച്ച് ഊണ് വാങ്ങിക്കാം. നേരത്തെ എനിക്ക് ഡോക്ടർമാര് ഫെഡറൽ ബാങ്കിൽ അവിടെയൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു, അതനുസരിച്ച് ഞാൻ കൊണ്ട് കൊടുക്കുവായിരുന്നു. ഇത് ഊണല്ലേ? അതെ അതെ. അപ്പോൾ ചേച്ചിയുടെ നമുക്ക് കുറച്ച് ഊണ് വാങ്ങിക്കാം. എന്നിട്ട് കാർത്തികപ്പള്ളി ഭക്ഷണ അലമാരയുണ്ട്, അങ്ങോട്ടങ്ങ് വെക്കാം. സിമ്പിൾ പരിപാടിയല്ലേ. അവല് വിളയിച്ചത് കേട്ടോ. സംഭവം ഉഷാറാണ് കേട്ടോ. ഇന്ന് ചെയ്താൽ തോന്നുന്നു അല്ലേ? ഫ്രഷായിട്ട് സാധനം ചെയ്ത് തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോ. അവല് വിളയിച്ചതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. പറഞ്ഞോ. എത്ര രൂപയായി? 5 ഊണായപ്പോഴത്തേക്കിന് 350 രൂപയായി. ഒരു കപ്പയും മീൻകറിയും കൂടെ നമ്മുടെ അലമാരി വെക്കാം അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ സാധനം മജയാണല്ലേ? അപ്പോൾ എനിക്ക് ഓഫർ ഉണ്ടോ? എന്ത് വേണേലും എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ 450 രൂപ അല്ലേ? അപ്പോൾ ബാലൻസ് എടുക്കണ്ട, അത് ചേച്ചിയുടെ ഇരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ചേച്ചിയുടെ കച്ചവടം നല്ല അടിപൊളിയായിട്ട് ഉഷാറായി കൊടുക്കുക. കാർത്തികപ്പള്ളി ഒരു 10 മണിയാകുമ്പോൾ, രാവിലെ 10 മണിയാകുമ്പോൾ ചേച്ചി വരും. ഏകദേശം ഇത് തീരുന്നിടം വരെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ കുഞ്ഞു സംരംഭം നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകും. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.